അളിയൻ ഇവിടെ ലക്ഷം എണ്ണിക്കൊണ്ടിരുന്നോ? സകല എണ്ണ ഇപ്പൊ തെറ്റും. ആ ദിനകരനും ചിന്നക്കുറുപ്പും മച്ചാനുമായി. ദിനകരൻ ഇപ്പൊ ദിനകര കുറുപ്പാ. ആ പെണ്ണ് തറവാട്ട് ചെന്ന് കയറി. ചിന്നക്കുറുപ്പ് നമ്മളെ പോലീസിന് ഒറ്റി. അവന്റെ കണ്ണ് ഞാൻ പിടിച്ചെടുക്കും. ഇറങ്ങാം നമ്മുടെ ആൾക്കാരെ. എടാ ചിന്ന, നീ അവന് ഒന്നായല്ലേ? ഇറങ്ങി ഇവിടെ. നീ എന്നെ ഞൊട്ടുമല്ലേ? ഞൊട്ടും. ഇത്രയും കാലം കുറുപ്പ് മുതലാളി ഞങ്ങളെ ഞൊട്ടിയില്ലേ, ഇപ്പൊ ഞങ്ങള് മുതലാളി ഞൊട്ടി. അറിഞ്ഞിട്ട് എന്നെ ഞൊട്ടിയെ. ഇനി ഒന്ന് പുഴുങ്ങേണ്ട കാര്യമുള്ളൂ. അതും കൂടി കഴിഞ്ഞ് എല്ലാവർക്കും കൂടി വട്ടൂട്ടി തിന്നാം. എന്താ പുഴുങ്ങിക്കോട്ടെ? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്ന് തന്നാ നാട്ടുകാർ വെറുതെ വിടും. ഇല്ലെങ്കിൽ തുമ്പശ്ശേരി കുറുപ്പെന്ന് സ്വർഗത്തെത്തും. തുമ്പശ്ശേരി കുറുപ്പ് ചിന്നക്കുറുപ്പിനെ കുത്തിയേ. തുമ്പശ്ശേരി കുറുപ്പ് ചിന്നക്കുറുപ്പിനെ കുത്തിയേ. തുമ്പശ്ശേരി കുറുപ്പ് ചിന്നക്കുറുപ്പിനെ കുത്തി. എപ്പ കുത്തി? ഇപ്പൊ. എത്ര കുത്ത്? ഒറ്റ കുത്ത്. എവിടെ കുത്തി? എവിടെയോ കുത്തി. അധികാരി വിളിച്ചിട്ട് കാര്യമില്ല. അധികാരിക്ക് തല്ലാൻ അറിഞ്ഞൂടാ. സന്തോഷം. ഇനി എന്താ ചെയ്തോ? എന്താണ് അവിടെ തുള്ളി കളിക്കണം? പല്ലിമലല്ലേ അടി തുടങ്ങി. എന്നെ വടക്കാഞ്ചേരി കൊണ്ടുവന്ന. എനിക്ക് ഇവിടുത്തെ വഴിയൊന്നും പരിചയമില്ല. അടി നമ്മൾ നാളത്തേക്ക് വെച്ചതല്ലേ? അതിന് പെട്ടെന്ന് തുടങ്ങി. എന്താ വേമ്പാ? ഞാൻ ജീപ്പിലല്ലേ വന്ന്. ജീപ്പ് എന്തേ? എന്താടാ? തിരിച്ചു വിട്ടോ. അളി ബംഗ്ലാവിലേക്ക് പറഞ്ഞു. കേൾക്കോ. തോക്കും വെടിയുമായി അങ്ങോട്ടാ. എനിക്ക് ഓൾറെഡി ഇന്നൊരു പൂജ. സകല ഭൂതങ്ങൾക്കും കൂടി ഒറ്റ വെടി. അതെന്ത് വെടി? കുറുപ്പിന്റെ നിന്തൊരു വെടി. തകർക്കും ഞാൻ. തുമ്പശ്ശേരി കുറുപ്പ് ഇവിടെ. ഒരു പൂജയുണ്ടെന്ന് പറഞ്ഞപ്പോഴങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. പിന്നാലെ ഓടിയാ പിടിക്കാം. കുറച്ച് ഭസ്മം തരൂ. ഇവര് മനുഷ്യശ്രീ തന്നെയാണോ? ആർക്കറിയാം. ഏട്ടനെവിടെ? അകത്ത് കിടന്ന തോക്കെടുത്ത് ഒരു പൂജയുണ്ടെന്നും പറഞ്ഞു ഓടി. അയ്യോ, അതിലുണ്ടയില്ല. ഉണ്ട ഇതിലേ ഉള്ളൂ. എന്നാ അത് വേഗം കൊണ്ടുപോയി കൊടുക്ക്. പൂജ മുടങ്ങണ്ട. തല്ലുകാരുടെ ശ്രദ്ധയ്ക്ക് അധികാരിയാണ് പറയുന്നത്. ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർ ഗ്രൗണ്ട് ഇറങ്ങി തല്ലരുത്. ഇപ്പൊ ഇറങ്ങിയവർ തല്ലിയാൽ മതി. അതിനുള്ള ആൾക്കാരെ തുമ്പശ്ശേരി കുറുപ്പ് കൊണ്ടുവന്നിട്ടുള്ളൂ. ഗോവിന്ദേട്ടോട് കയറാൻ പരാതിക്കാരി. ഞാൻ ഇറങ്ങിക്കൊള്ളാം. നിന്നെ വിശ്വസിച്ചോ? നീ ഫൗള് കളിക്കും. ഞാൻ ഫൗള് കളിക്കില്ല. എവരാവൻ? മാഷിനെ മോനെ വിടാ. അയ്യോ തോക്ക്. അയ്യോ കുറുപ്പ് തോക്കുമായിട്ട് വരണു. ഒന്ന് മാറോ. ഒന്നിഞ്ഞ് മാഷ
Handsome. ഒന്ന് മാറോ ബഹളം വെക്കില്ല, ഒന്ന് മാറോ. മോനെ എവിടെ ഇരിക്കുന്നു? കൊല്ലണവരെ വിളിക്കാവരെ. ആരും പേടിക്കണ്ട, കയ്യും പൊക്കി നിന്നാ മതി. ഞാനും പേടിക്കില്ല. ചവന്മാരെ കൊണ്ട് താടാ, ഞാനൊന്ന് കൊന്ന് കളിക്കട്ടടാ. അധികാരിയാണ് പറയണത്, അച്ചടക്കത്തോടെ കൈ പൊക്കും, ആരും ബഹളം വെക്കല്ലേ, ഒന്നും പേടിക്കാനില്ല. അയ്യോ വിനയനാ, അച്ഛൻ ഞാനിവിടെ ഉണ്ട്. കൈപൊക്കി കൈപൊക്കി തോക്ക്. അവനെ കൊണ്ടുപോടാ, ഞാനൊന്ന് കൊല്ലട്ടെ. വെടിവെക്കരുത്. Hands up. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അയാൾ വെടിവെക്കട്ടെ. എന്താ സംഭവിക്കണമെന്ന് നോക്കാലോ. ഒന്നും സംഭവിക്കില്ല, വെടിയുണ്ടാ നീ ചത്തുപോകും. അച്ഛാ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല, വെടിയുണ്ടെങ്കിൽ അച്ഛനും അമ്മയില്ല. എനിക്ക് അവനെ കൊല്ലണം. ഏട്ടാ, വെടിവെക്കല്ലേ, വെടിവെക്കല്ലേ, അനങ്ങി പോകരുത്. ഏട്ടാ, ആ തോക്കിൽ ഉണ്ടയില്ല, ഉണ്ട ഇതിലാണ്. പറയുന്നത് കേൾക്ക്, ഇതിലാണ് ഉണ്ട. ഇത് ഞാൻ ഉണ്ടായിട്ടാണല്ലോ ആടെ എടുക്കാൻ പറഞ്ഞേ. ഞാൻ എടുത്തതൊന്നുമല്ല, ഇത് വേറെ ജാതി ഉണ്ടയാണ്. സംശയം ഉണ്ടെങ്കിൽ നോക്ക്, ഒന്നേ ഉള്ളൂ. ഉണ്ട വരുന്നു, മാറിക്കോ. പോണു. അല്ല മുട്ടി. അതും പോയി. കുറുപ്പ് ചരിഞ്ഞു. വേഗം വിട്ടോ, ഏട്ടന്റെ കാറ്റ് പോയി. ചന്ദ്രപ്പൻ എവിടെ? കുറുപ്പിന് ഇത്തിരി വെള്ളം കൊടുക്ക, വെള്ളം കുടിക്കാണ്ട് ചാവണ്ട. വെടികൊണ്ട വെള്ളം കൊടുക്കാൻ പാടില്ല, പെട്ടെന്ന് ചത്തുപോകും. ചത്തൂന്ന് സംശയമുണ്ട്. അയ്യോ, ഇയാളെ എങ്ങനെയല്ലേ രക്ഷിക്ക്? ഇയാളെ ചത്ത ശരിയാവൂല. നമ്മുടെ ഒരുപാട് സാധനങ്ങൾ ഇനിയും കിട്ടാനുണ്ട്. ഇനി ഈ സാധനങ്ങൾ കിട്ടാനുണ്ടോ? അളിയന് വെടിയേറ്റു. അളിയനെ ജനാർദ്ദനക്കുറുപ്പായിട്ടും വെടിവെച്ചു. എപ്പോ? ഇപ്പൊ ഉണ്ട കേറിട്ടേ ഉള്ളൂ. അളിയനെ വെടി കൊണ്ടിട്ട് അടുത്ത് ചിരിക്കുന്നോ? ഇത്ര ദുഷ്ടിയാണ് അടുത്തി. നീ പോടാ. അവനെ വെടിവെക്കാനും തല്ലാനും കൊല്ലാനും ഒക്കെ അങ്ങേര് തന്നെയല്ലേ പഠിപ്പിച്ചത്. ആ വെടി പോക്ക ഒരുണ്ട വെറുതെ പോയി. വണ്ടി നിർത്ത്. ഞാൻ അടുത്തയോട് വിവരം പറഞ്ഞു. എന്ത് വിവരം? അളിയന് വെടി കൊണ്ട് വിവരം. ഉണ്ട കയ്യിന്ന് പോടാ ചന്ദ്രപ്പ. ഏട്ടൻ ചത്തു വീഴുന്നത് ഈ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. നീ മാവോട്ടാൻ പറ. ഞാനല്ല, ഇവനാ. അയ്യോ ഞാനല്ല. എന്നാ സൂയിസൈഡാ. സൂയിസൈഡാ. ഒരു സംശയമില്ല, സൂയിസൈഡാ. ഉണ്ട തലയ്ക്ക് കൊണ്ടിട്ടില്ല, ഹാർട്ടിനും കൊണ്ടിട്ടില്ല, അതുണ്ടോ, വയറിനും കൊണ്ടിട്ടില്ല, കാലിലും കൊണ്ടിട്ടില്ല. സമാധാനായി. ഉണ്ട ഇവിടെ കാണാനേ ഇല്ല. പിന്നെ ഉണ്ട എവിടെ പോയി? ഹാവൂ, സമാധാനായി. എടോ കുറുപ്പേ, ജീവൻ വെച്ചല്ലോ. എഴുന്നേക്ക് മോനെ. കണ്ടോ, ഈ കാണുന്ന ആൾക്കാരെ മുഴുവൻ കണ്ടോ? ഇവരൊക്കെ ഓരോ ദിവസവും കോടതി വന്ന് സത്യം വിളിച്ചു പറഞ്ഞാൽ കോടതി തരുന്ന ശിക്ഷ അനുഭവിക്കാൻ തന്റെ ഇനിയുള്ള ആയുസ് തികയില്ല. അപ്പൊ താൻ എന്താ ചെയ്യാ? തുലാം 16 കഴിഞ്ഞ് തന്നെ പൊക്കിയാ മതി എന്നാ SP ഇൻസ്പെക്ടറോട് പറഞ്ഞത്. അതിനു മുമ്പ് താൻ തന്നെ പൊക്കി. അയ്യോ മോനെ, ക്ഷമിക്കടാ മാഷേ. നിനക്ക് മാപ്പില്ല കുറുപ്പേ. നീ എന്നെ ചതിച്ചു, ഈ നാട്ടുകാരെ മുഴുവൻ ചതിച്ചു. നിന്നെ വിശ്വസിച്ച നിന്നെ പോലുള്ള ചിന്ന കുറുപ്പിനെ വരെ നീ കുത്തി. ഞാൻ ഒന്നല്ലേ കുത്തിയുള്ളൂ, അത് മതി. ബാക്കി ഞാൻ അവിടെ ചെന്ന് തരാം. അയ്യോ കുറുപ്പേ, അച്ഛനെന്തൊരു വിഷമം പോലെ. വിഷമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമമുണ്ട്. ഇനി ആ മല ഇങ്ങോട്ടിട്ടോളൂ. ഞാൻ കാത്തിരിക്കായിരുന്നു. എന്തേ വൈകിയേ? കണ്ടോ, നമ്മുടെ മോനെ കണ്ടോ, മോളെ കണ്ടോ, അവർക്ക് കിട്ടിയ ചിന്നമ്മണിയും സഹദേവനെയും കണ്ടോ?
എനിക്ക് വേണ്ടി ഇത്തിരി പൂക്കള് അവരുടെ നേരെ എറിയോ മാഷെ? പിന്നെന്താ, ഞാൻ അറിയാലോ. എന്താ അച്ഛത്? അമ്മ എവിടെ വന്നോ? വന്നു തോന്നണേ. രാധയുടെ അമ്മ ഇടക്കിടക്ക് ഇങ്ങനെ വരാറുണ്ടെന്ന് രാധ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നേരായിട്ട് വന്നോ മാഷെ? ഇതെന്താ കയ്യില്? ഇത്തിരി പൂവാ. എന്റെ അടുത്ത് പോകുന്നുണ്ട്, വന്നോ? എന്നെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോവൂ. പൂവാൻ ഇവിടെ ആരും വന്നിട്ടൊന്നുമില്ല. ഞാൻ അവളെ മനസ്സുകൊണ്ട് വരുത്താറേ ഉള്ളൂ. ഓരോ വിശേഷം ഉണ്ടാവുമ്പോഴും ഞാൻ അവളെ ഓർക്കും, അവള് വരും. ഇത് ഞാൻ ഇന്ന് രാവിലെ അമ്മയുടെ അടുത്ത് പോയി ആ പൂമരച്ചോട്ടിന്ന് പെറുക്കിയതാ. സത്യമായിട്ടും പെറുക്കിയതാ. അച്ഛാ, ഇവരാരെയും നോക്കണേ.